Good morning. Let's continue the story Zlate the goat. The snow grew thicker, falling to the ground in large, whirling flakes. So, when they were moving towards the town through this way, they lost their way, and all the ways were covered with snow, thickened snow, right? And the snow grew thicker. It was still falling to the ground in large, whirling flakes. അപ്പോൾ ഭൂമിയിലേക്ക് വീഴുന്ന മഞ്ഞ് നല്ല കട്ടിയിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വലിയ പാളികളായിട്ട്, നല്ല വേളിങ് ഫ്ലേക്സ്, നല്ല കറങ്ങിക്കൊണ്ട് വലിയ പാളികളായിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. Beneath it, Aaron's boots touched the softness of plowed field. Beneath the snow, Aaron's boots, legs, touched the softness of plowed field. അപ്പം ഇവൻ നടന്നുകൊണ്ടിരുന്ന വഴിയിലൂടെ പെട്ടെന്ന് അവനറിയാണ്ട ദിശ മാറി. He realized that he had lost his way and now he is in the field, plowed field. കാരണം അവൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാല് ഉഴുതുമറിച്ച നല്ല സോഫ്റ്റായ ഭൂമിയിൽ ചവിട്ടുന്നത് അവന് ഫീൽ ചെയ്തു. അപ്പോൾ അവൻ മനസ്സിലാക്കി അവനിപ്പോൾ പോകുന്നത് ഇതിലൂടെയല്ല, റോഡിലൂടെയല്ല, പകരം ഉഴുതുമറിച്ച പാടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അവന് മനസ്സിലായി. He realized that he was no longer on the road. So he understood that he was not on the road. He had gone astray. He lost his way. വഴിയൊക്കെ മാറിയിട്ടുണ്ട്, വഴിയൊക്കെ ഇവന് തെറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം he understood, മനസ്സിലായി. Okay. He could no longer figure out which was east or west. Which way was the village, the town. So he was really confused. Where is east, where is west? Which is the way to his home, which is the way to the city? He lost all the ways because everywhere he could see only the snow. ഇവനാകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. വെസ്റ്റ്, ഈസ്റ്റ്, റോഡ്, ടൗണിലേക്കുള്ള റോഡ്, വില്ലേജിലേക്കുള്ള റോഡ്. ഹി വാസ് വെരി മച്ച് കൺഫ്യൂസ്ഡ്. The wind whistled, howled, whirled the snow in eddies. So, കാറ്റ് നല്ല ചൂളമടിച്ച് ഓരിയിട്ട് കറങ്ങി. എഡീസ് മീൻസ് നല്ല ചുഴലിക്കാറ്റ് പോലെ, സ്മോൾ വേൾഡ്സ് പോലെ നന്നായി കാറ്റൊക്കെ വീശുന്നുണ്ട്. ആൻഡ് ലുക്ക്ഡ് ആസ് ഇഫ് വൈറ്റ് ഇംസ് വെർ പ്ലേയിങ് ടാഗ് ഓൺ ദ ഫീൽഡ്. സോ ഈ മഞ്ഞ് വീഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ മഞ്ഞ് വീഴുന്ന സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ദ വൈറ്റ് ഇംസ്, ഈ ചെറിയ കുസൃതി മക്കൾ, ദ വെർ പ്ലേയിങ് ടാഗ് ഓൺ ദ ഫീൽഡ്സ്. ഈ പാടത്ത് ഇങ്ങനെ ടാഗ്സ് കളിക്കുന്ന പോലെ, ഈ എന്താ പറയുക, തൊട്ട് കളിക്കുന്ന കളികളൊക്കെ കളിക്കുന്ന ഒരു ടച്ചിങ് ഗെയിം, ഇങ്ങനെ ഇത് കളിക്കുന്ന പോലെ ആണ് മഞ്ഞ് വീഴുന്നത്. ദെൻ എ വൈറ്റ് ഡസ്റ്റ് റോസ് എബവ് ദ ഗ്രൗണ്ട്. സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഭൂമിയിൽ ഇങ്ങനെ ഒരു വെള്ള പൊടി പോലെ മഞ്ഞ് തുള്ളികൾ അല്ലെങ്കിൽ മഞ്ഞിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. Zlate stopped. She could walk no longer. So due to this heavy snow, Zlate couldn't walk no longer. നടക്കാൻ സാധിക്കുന്നില്ല, കാരണം അതിന് മാത്രം മഞ്ഞ് വീണിട്ടുണ്ട്. Stubbornly she anchored her cleft hooves in the earth and bleated as if pleading to be taken home. So വളരെ stubborn ആയിട്ട്, നല്ല ഒരു adamant ആയിട്ട്, നല്ല ഒരു വാശിയുള്ള പോലെ she anchored her cleft hooves. അവളുടെ ഈ ക്ലഫ്റ്റ് ആയിട്ടുള്ള, വിള്ളലുള്ള, ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഹൂപ്സുകൾ, അവളുടെ കാൽക്കുളമ്പുകൾ
ഷീ ആങ്കേർഡ് ഓൺ ഇൻ ദ എർത്ത്. അവൾ ഭൂമിയിൽ ഇങ്ങനെ തറപ്പിച്ചു വെച്ചു. നമുക്കറിയാം ഈ ആടും പശുവൊക്കെ ഒരു സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവർക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഭൂമിയിൽ ഇങ്ങനെ കാലുകൊണ്ട് നെങ്കൂരിട്ട പോലെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവളുടെ കാലുകളൊക്കെ അവൾ അവിടെ നെങ്കൂരിട്ടു. ആൻഡ് ബ്ലീറ്റഡ്, എന്നിട്ട് ഷി വാസ് ക്രൈയിങ്. ബ്ലീറ്റിംഗ് മീൻസ് ദ ക്രൈ മെയ്ഡ് ബൈ ഗോഡ്സ്. ഷി വാസ് ക്രൈയിങ് ആസ് ഇഫ് പ്ലീഡിങ് ടു ബി ടേക്കൺ ഹോം. ഷി വാസ് ക്രൈയിങ് ലൈക്ക് ബെഗിങ് ടു ബി ടേക്കൺ ഹോം. വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് കരഞ്ഞ് അപേക്ഷിക്കുന്ന പോലെ ഷി വാസ് ക്രൈയിങ്. ഐസിക്കിൾസ് ഹങ് ഫ്രം ഹെർ വൈറ്റ് ബിയേർഡ്. അവളുടെ ഈ വെള്ള താടിയിലൊക്കെ നല്ല ഐസിൻ്റെ ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ആൻഡ് ഹെർ ഹോൺസ് വെർ ഗ്ലേസ്ഡ് വിത്ത് ഫ്രോസ്റ്റ്. ആൻഡ് ഹെർ ഹോൺസ്, അവളുടെ കൊമ്പുകളൊക്കെ വെർ ഗ്ലേസ്ഡ്, ഇറ്റ് വാസ് ഷൈനിങ് വിത്ത് ഫ്രോസ്റ്റ്. മഞ്ഞ് കാരണം ഇതിങ്ങനെ നല്ല തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് പാരഗ്രാഫ്. Then Aaron did not want to admit the danger, but he knew just the same that if they did not find shelter, they would freeze to death. So Aaron was moving towards the town. As he know, he lost his way, but still he was not ready to admit the danger. അവന് ഈ മുമ്പിൽ കണ്ടിരിക്കുന്ന ഈ ഒരു അപകടം അംഗീകരിക്കാനൊന്നും തയ്യാറല്ല. But he was very sure that they should find a shelter, otherwise they will lose their life in the snow. ഇതിവന് ഉറപ്പായിരുന്നു. തൊട്ടപ്പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വൈകാതെ മഞ്ഞിൽ വീണ് മരിക്കുമെന്നുള്ള കാര്യത്തിൽ he has no doubt. This was no ordinary storm. നേരത്തെ സൂചിപ്പിച്ച പോലെ 12 വർഷക്കാലം ഇവൻ പലതരത്തിലുള്ള മഞ്ഞ് വീഴ്ച കണ്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി വൺ. സാധാരണ കാണുന്ന പോലെയല്ല. ദിസ് വാസ് എ മൈറ്റി ബ്ലിസാർഡ്. ഇത് വളരെ കരുത്തനായ ഒരു ഹിമപാതം, മഞ്ഞ് വീഴ്ചയാണ്. ബ്ലിസാർഡ് മീൻസ് ഇങ്ങനെ മഞ്ഞ് വീഴുന്നതിനാണ് ബ്ലിസാർഡ് എന്ന് പറയുക. സോ അവനെ സംബന്ധിച്ച് ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. ദിസ് ഈസ് നോട്ട് എൻ ഓർഡിനറി വൺ. ദ സ്നോഫോൾ ഹാഡ് റീച്ച്ഡ് ഹിസ് നീസ്. മഞ്ഞ് വീണ് ഇവൻ്റെ മുട്ടുംകാല് വരെ എത്തിയിട്ടുണ്ട്. ഹിസ് ഹാൻഡ്സ് വെർ നംബ് ആൻഡ് ഹീ കുഡ് നോ ലോങ്ങർ ഫീൽ ഹിസ് ടോസ്. ഇവൻ്റെ കൈകളൊക്കെ മരവിച്ചിട്ടുണ്ട്. ഹീ കുഡ് നോ ലോങ്ങർ ഫീൽ ഹിസ് ടോസ്. അവൻ്റെ കാൽവിരലുകൾ അവന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. ഹീ ചോക്ഡ് വെൻ ബ്രീത്ത്ഡ്. ശ്വസിക്കുന്ന സമയത്ത് ഇവൻ ചുമക്കുന്നുണ്ട്. ഹിസ് നോസ് ഫെൽറ്റ് ലൈക്ക് വുഡ്. മൂക്കൊക്കെ മരം പോലെ ആയിട്ടുണ്ട്. ഹി റബ്ഡ് ഇറ്റ് വിത്ത് സ്നോ. മഞ്ഞുപയോഗിച്ചിട്ട് അവൻ ഇങ്ങനെ മൂക്കൊക്കെ നന്നായി റബ്ബ് ചെയ്യുന്നുണ്ട്. സ്ലാറ്റെ ബ്ലീറ്റിംഗ് ബിഗാൻ ടു സൗണ്ട് ലൈക്ക് ക്രൈയിങ്. സ്ലാറ്റയുടെ കരച്ചിൽ ശരിക്കും പേടിച്ച് കരയുന്ന പോലെ ആയിട്ടുണ്ട്. Those humans in whom she had so much confidence had dragged her into a trap. അവൾക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് നൽകിയിരുന്ന മനുഷ്യൻ ഇപ്പോൾ അവളെ ഒരു ട്രാപ്പിലേക്ക്, ഒരു കെണിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. Aaron began to pray to God for himself and for the innocent animal. So Aaron started to pray for the safety of himself and the animal which is accompanied with him. ആടിൻ്റെയും അതുപോലെ അവൻ്റെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അവനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഡൻലി he made out the shape of a hill. He wondered what it could be. സോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നാണ് he made out. അവന് പെട്ടെന്ന് അവൻ്റെ മുന്നിൽ there was a shape of a hill. ഒരു കുന്ന് പോലത്തെ ഒരു ഷേപ്പ് it was appeared. And he was confused. What was that? ആ മുമ്പിൽ വന്നിരിക്കുന്ന ആ ഒരു കുന്ന് എന്താണെന്ന് ഇവന് വല്ലാത്ത അത്ഭുതമായിപ്പോയി.
ഹൂ ഹാഡ് പൈൽഡ് സ്നോ ഇൻ ടു സച്ച് എ ഹ്യൂജ് ഹീപ്പ്. ഈ ഒരു സമയത്ത് ആരാണ് ഇത്രയും വലിയൊരു കൂമ്പാരം, മഞ്ഞിൻ്റെ ഒരു കൂമ്പാരം വരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ഹി വാസ് കൺഫ്യൂസ്ഡ്. ഹി മൂവ്ഡ് ടുവാർഡ്സ് ഇറ്റ്, dragged Zlate after him. So he was moving towards this snow heap with the Zlate. When he came near it, he realized that it was a large haystack which the snow had blanketed. അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് he understood it was a large haystack. ഒരു വലിയ വൈക്കോൽ കൂനയാണെന്ന് അവന് മനസ്സിലായി. ആൻഡ് ഇറ്റ് വാസ് കവേർഡ് വിത്ത് സ്നോ. അതിലാണ് മഞ്ഞ് വന്ന് കവർ ചെയ്തിരിക്കുന്ന കാര്യം അവന് തിരിച്ചറിഞ്ഞു. അപ്പം അവനിങ്ങനെ ഈ ഒരു എന്താ പറയുക, മഞ്ഞ് കൂമ്പാരത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അത് വൈക്കോൽ കൂനക്ക് മേൽ മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്നതാണെന്നുള്ള യാഥാർത്ഥ്യം അവന് മനസ്സിലായത്. Aaron realized immediately that they were saved. So he realized that Aaron and Zlate, they were saved by God because he could see a haystack in front of him. അങ്ങനെ മുമ്പിൽ ഒരു വലിയ വൈക്കോൽ കൂന കണ്ടപ്പം സ്വാഭാവികമായിട്ടും അവൻ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അവന് മനസ്സിലായി. വിത്ത് ഗ്രേറ്റ് എഫേർട്ട് ഹി ഡഗ് ഹിസ് വേ ത്രൂ ദ സ്നോ. അങ്ങനെ ഒരു വലിയ എഫേർട്ട് എടുത്തുകൊണ്ട്, ശ്രമത്തിലൂടെ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ മഞ്ഞ് കുഴിക്കാൻ തുടങ്ങി. ഹി വാസ് എ വില്ലേജ് ബോയ് ആൻഡ് ഹീ ന്യൂ വാട്ട് ടു ഡു. നന്നായിട്ട് അവനറിയാം എന്താ ചെയ്യേണ്ടത്. മഞ്ഞ് വീഴുന്ന സമയത്ത് ഇതുപോലെ വൈക്കോൽ കൂന കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് അവൻ നന്നായിട്ടറിയാം. ബിക്കോസ് ഹി ഈസ് എ വില്ലേജ് ബോയ്. സോ ദേ വേർ മൂവിങ് ടുവാർഡ്സ് ദ haystack, and when he reached the hay, he hollowed out a nest for himself and the goat. അങ്ങനെ ആ ഒരു ഹേയുടെ വൈക്കോലിൻ്റെ അടുത്തെത്തിയ സമയത്ത് he hollowed out a nest. ഇങ്ങനെ ഒരു ഹോളോ ഒരു ദ്വാരം ഉണ്ടാക്കി അല്ലേ, എ നെസ്റ്റ്, ഒരു കൂട് പോലെ ഒരു ദ്വാരമുണ്ടാക്കി വൈക്കോൽ കൂനയ്ക്കുള്ളിൽ, ഫോർ ഹിംസെൽഫ് ആൻഡ് ദ ഗോട്ട്, അവനും ആ ഒരു ഗോട്ടിനും വേണ്ടിയിട്ട്. No matter how cold it may be outside, in the hay it is always warm. That is the point. പുറത്തെത്ര മഞ്ഞുണ്ട് അല്ലെങ്കിൽ പുറത്തെത്ര തണുപ്പുണ്ട് എന്നുള്ളത് ഒരു മാറ്റർ അല്ല. ബിക്കോസ് ഇൻസൈഡ് ദിസ് ഹേ ഇറ്റ് ഈസ് ഓൾവേസ് വാം. ഈ വൈക്കോലിൻ്റെ ഉള്ളിൽ എപ്പോഴും ചൂടായിരിക്കും. ആൻഡ് ഇറ്റ് വാസ് ഫുഡ് ഫോർ സ്ലേറ്റെ അല്ലേ. സ്ലേറ്റയെ സംബന്ധിച്ച് അവൻ ഒരു ഫുഡിലാണ് ഉറങ്ങുന്നത്. ചുറ്റും വൈക്കോലാണ്, അവനത് ഫുഡാണ്. അപ്പോൾ സ്ലേറ്റയ്ക്ക് നല്ല ഭക്ഷണമുണ്ട്, നല്ല തണുപ്പിന് നല്ല ആശ്വാസമുണ്ട്. ദെൻ ദ മൊമെൻറ്റ് ഷീ സ്മെൽഡ് ഇറ്റ്, ഷീ ബിക്കെയിം കണ്ടൻറ്റഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. സോ വെൻ സ്ലേറ്റെ സ്മെൽഡ് ദ ഹേ, ഷീ സ്റ്റാർട്ടഡ് ടു ഈറ്റ് ദ ഹേ ടു ഹെർ ഫിൽ. വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ചു. ഔട്ട്സൈഡ് ദ സ്നോ കണ്ടിന്യൂ ടു ഫാൾ. പുറത്ത് നല്ല മഞ്ഞ് വീണ്ടും പെയ്യുന്നുണ്ട്. ഇറ്റ് ക്വിക്ക്ലി കവേർഡ് ദ പാസേജ് വേ ആരോൺ ഹാഡ് ഡഗ്. ആരോൺ കുഴിച്ചുണ്ടാക്കിയ ആ പാസേജ് വേ ഇത് പെട്ടെന്ന് കവർ ചെയ്തു. ബട്ട് എ ബോയ് ആൻഡ് എൻ ആനിമൽ നീഡ് ടു ബ്രീത്ത്. അപ്പോൾ അവൻ കുഴിച്ചുണ്ടാക്കിയ ആ ഒരു വഴി, ആ ഒരു ഹോള് അത് അടഞ്ഞു. അവരിപ്പോൾ ഈ ഒരു ഹേയുടെ ഉള്ളിലാണുള്ളത്. അവരെ സംബന്ധിച്ച് ശ്വസിക്കാൻ വായു വേണം അല്ലേ. ആൻഡ് ദർ വാസ് ഹാർഡ്ലി എനി എയർ ഇൻ ദർ ഹൈഡ് ഔട്ട്. അവർ ഒളിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ അവർ മറഞ്ഞിരിക്കുന്ന ഈ ഹൈഡ് ഔട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു രീതിയിലും എയർ വരുന്നില്ല. ആരോൺ ബോർഡ് എ കൈൻഡ് ഓഫ് വിൻഡോ ത്രൂ ദ ഹേ. സോ ഹി ബോർഡ്. ആരോൺ ഒരു തരത്തിലുള്ള ഒരു ജനവാതിൽ, ഒരു വിൻഡോ പോലെ ഈ ഒരു ഹേ സ്റ്റാക്കിനെ ഇങ്ങനെ തുളച്ചു. ആൻഡ് സ്നോ ഹാഡ് കെയർഫുള്ളി കെപ്റ്റ് ദ പാസേജ് ക്ലിയർ. അങ്ങനെ ഈ മഞ്ഞും അതുപോലെ വൈക്കോലൊക്കെ തുളച്ച് ആ ഒരു പാസേജ് ഇവർക്ക് ശ്വസിക്കാനുള്ള എയർ വരുന്ന പാസേജ് വളരെ ക്ലിയറായിട്ട് ഇവനവിടെ ഹോൾ ചെയ്തു, അവിടെ ബോർ ചെയ്തുണ്ടാക്കി. Zlate having eaten her fill,
sat down on her hind legs and seemed to have regained her confidence in man. So Zlate completed uh, his eating. ഇവരുടെ ഭക്ഷണം, സ്ലേറ്റയുടെ ഭക്ഷണം കഴിപ്പൊക്കെ അവസാനിപ്പിച്ചു. വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിച്ചു. ആൻഡ് ഷി വാസ് സിറ്റിംഗ് ദെയർ ഓൺ ഹെർ ഹിൻഡ് ലെഗ്, പുറംകാലിൽ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് സീംഡ് ടു ഹാവ് റീഗെയിൻഡ് ഹെർ കോൺഫിഡൻസ് ഇൻ മാൻ. മനുഷ്യനിൽ വീണ്ടും കോൺഫിഡൻസ് അവൾക്ക് റീഗെയിൻ ചെയ്യാൻ സാധിച്ചു എന്ന രീതിയിൽ ഷി വാസ് സിറ്റിംഗ് ദെയർ വിത്ത് ആരോൺ. ആരോണിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. Aaron ate his 2 slices of bread and cheese, but after the difficult journey he was still hungry. So he completed eating the 2 slices of bread which was brought from his home. അല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു ഭക്ഷണം, 2 slices of bread, ബ്രെഡിൻ്റെ 2 സ്ലൈസുകൾ ഇവൻ ചീസ് കൂട്ടി കഴിച്ചു. But after doing a difficult journey, he was still hungry. ഇവൻ ഇപ്പോഴും നല്ല വിശപ്പുണ്ട്. He looked at Zlate and noticed that her udders were full. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് he was looking at Zlate. ഇവന് സ്ലാറ്റയെ നോക്കിയ സമയത്ത് her udders were full. അവളുടെ ഈ അകിടൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. He lay down next to her, placing himself so that when he milked her, she could squirt the milk into his mouth. അങ്ങനെ ഇവൻ അവളുടെ അടുത്ത് പോയി കിടന്നു, സ്ലേറ്റയുടെ അടുത്ത് കിടന്നു. എന്നിട്ട് സ്ലേറ്റയിൽ നിന്നും പാല് കുടിക്കാൻ ആ ഒരു രീതിയിൽ അവളോട് ചേർന്ന് ആരോൺ അവിടെ കിടന്നു. Then it was rich and sweet. അവൻ കുടിക്കുന്ന പാല് നല്ല റിച്ചാണ്, നല്ല സ്വീറ്റാണ്. Zlate was not accustomed to being milked that way. ഈ ഒരു രീതിയിൽ പാല് കൊടുക്കുന്നത് ആരും ശീലിച്ചിട്ടില്ല, സ്ലാറ്റയ്ക്കും പരിചയമില്ലാത്തതാണ്. ബട്ട് ഷീ ഡിഡ് നോട്ട് റെസിസ്റ്റ്. അവളും എന്ത് ചെയ്യാൻ പോയിട്ടില്ല, റെസിസ്റ്റ് ചെയ്യാൻ, അതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ, അതിനെ തടയാൻ പോയിട്ടില്ല. ഓൺ ദ കോൺട്രറി, പക്ഷെങ്കിൽ അതിന് വിരുദ്ധമായി, ഷീ സീംഡ് ഈഗർ ടു റിവാർഡ് ആരോൺ ഫോർ ബ്രിങ്ങിങ് ഹെർ ടു ഷെൽട്ടർ ഹൂസ് വെരി വാൾസ്, ഫ്ലോർസ് ആൻഡ് സീലിങ്സ് വെർ മെയ്ഡ് ഓഫ് ഫുഡ്. പക്ഷെങ്കിൽ അതിന് പകരം ഇവൾ ശരിക്കും ആരോൺ ഒരു റിവാർഡ് നൽകുന്ന പോലെ, കാരണം ഫ്ലോറും അതിൻ്റെ വാൾസും റൂഫ്സും എല്ലാം ഭക്ഷണം കൊണ്ട് പൊതിഞ്ഞ ഒരു പ്രത്യേക ഷെൽട്ടർ ഒരുക്കിയതിന് ആരോൺ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയാണ് അവൾ അവിടെ ഇരുന്നിട്ട് ഷി വാസ് ഗിവിങ് ആരോൺ ഹെർ മിൽക്ക്, പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. And through the window, Aaron could catch a glimpse of the chaos outside. So through this window, Aaron was watching the snowfalls outside. The wind carried before its drifts of snow. And the wind was carrying the snowdrifts, and it was completely dark. And he did not know whether night had already come or whether it was the darkness of the storm. So when he was looking through this window, he was utterly confused because it was dark everywhere, and he was thinking whether it is night already or it was due to the snowfall. പുറത്ത് പെയ്യുന്ന മഞ്ഞ്, നല്ല ഇരുട്ട് കാരണം പുറത്ത് പെയ്യുന്ന മഞ്ഞ് കൊണ്ടാണോ അതല്ല ഓൾറെഡി രാത്രിയായോ എന്നതിലേക്ക് വല്ലാത്ത കൺഫ്യൂസ്ഡായി. താങ്ക് ഗോഡ് ദാറ്റ് ഇൻ ദ ഹേ ഇറ്റ് വാസ് നോട്ട് കോൾഡ്. So he was thanking God for giving such a settlement outside this cold. The dried hay, grass, the field flowers exuded the warmth of the summer sun. So Zlate ate frequently. He was eating. She nibbled from above, below, from her left and the right. She was
nibbling. Nibbling means eat with the front teeth. So she was eating the hay from above, left, right, and below, because everywhere it was hay inside this haystack, right? Her body gave forth an animal warmth. So Aaron was enjoying the animal warmth of the Zlate, and Aaron cuddled up to her. He was hugging her, and he had always loved Zlate, but now she was like a sister. സോ ആരോണിനെ സംബന്ധിച്ച് സ്ലാറ്റെ എപ്പോഴും വളരെ ഇഷ്ടമായിരുന്നു. ഈ ഒരു സമയത്ത് ഹി വാസ് എലോൺ, ആരോൺ ഒറ്റക്കാണ്. സോ ഷീ ഫെൽറ്റ് സ്ലാറ്റെ ആസ് ഹെർ സിസ്റ്റർ, ഒരു സിസ്റ്ററെ പോലെ തോന്നി. ആൻഡ് കട്ട് ഓഫ് ഫ്രം ഹിസ് ഫാമിലി, ഇവൻ ഒറ്റക്കാണ്, വീട്ടിൽ നിന്ന് വേറെ ആരും കൂടെ ഇല്ല, വീട്ടിൽ നിന്ന് മാറി ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് Zlate as her sister, and he wanted to talk to her. He began to talk to Zlate. Zlate, what do you think about what has happened to us? He asked. എന്താ ശരിക്കും നമുക്ക് സംഭവിച്ചത് എന്ന് സ്ലാറ്റയോട് ചോദിച്ചു. ഓക്കെ, കാരണം ഒറ്റപ്പെട്ടിരിക്കുന്ന ആരോണിനെ സംബന്ധിച്ച് അവനിങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു. മാ, Zlate answered നോർമലി ആസ് ദ ഗോട്ട് ടോക്ക്, അല്ലേ? ഈ പറയുന്ന ആട് സംസാരിക്കുന്ന പോലെ മാ എന്ന ആൻസർ കൊടുത്തു. ഇഫ് വി ഹാഡിൻ ഫൗണ്ട് ദിസ് സ്റ്റാക്ക് ഓഫ് ഹേ we both would be frozen stiff by snow, Aaron said. Ma was the god's reply. So Aaron പറയാണ്, if we hadn't found this stack of hay, ഈ മഞ്ഞ് കൂമാരം ഈ ഒരു വൈക്കോൽ കൂൻ നമ്മൾ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ വി ബോത്ത് വുഡ് ഹാവ് ബി ഫ്രോസൺ സ്റ്റിഫ് ബൈ സ്നോ, നമ്മൾ ഈ മഞ്ഞിൽ കിടന്നിട്ട് മരവിച്ചിട്ട് ഇല്ലാണ്ടാകുമായിരുന്നു, അല്ലേ? അതിനും ദ റിപ്ലൈ വാസ് മാ, ഇഫ് ദ സ്നോ കീപ്സ് ഓൺ ഫാളിങ് ലൈക്ക് ദിസ് we may have to stay here for days, Aaron explained. So Aaron was explaining things to Zlate because he needs a company. So he was talking to Zlate and he was explaining things to Zlate. It was like, if the snow keeps on falling like this, we may have to stay here for days. We cannot go home because if the snow continues to fall like this, we should stay here. This was Aaron was explaining all these things to Zlate. What does Ma mean? Aaron asked. You had better speak up clearly. So Aaron was asking Zlate to speak up clearly because he couldn't understand what she was saying. She was uttering a sound like Ma. So he was asking explanation from Zlate. Ma, Zlate tried. Well, let it be Ma then, Aaron said patiently. You can't speak, but I know you understand. I need you and you need me. Isn't that right? So Aaron was saying like, you need me and I need you. Isn't that right? നിനക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെയും ആവശ്യമുണ്ട്. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നിനക്ക് എന്നെ മനസ്സിലാകുന്നു എന്നുള്ള കാര്യം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. Ma. Again, it was a reply from Zlate. Aaron became sleepy. He made a pillow out of some hay, leaned his head on it, and dozed off. Zlate too fell asleep. So both of them, they fell asleep inside this haystack. രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഉറങ്ങി. And after the sleep, when Aaron opened his eyes, he didn't know whether it was morning or night. So after the sleep, when he opened his eyes, he was confused because everywhere it was dark
and he don't have any idea whether it was night or day. The snow had blocked up his window, and his window were covered by the snow, and he tried to clear it, but when he had bored through to the length of his arm, he still hadn't reached the outside. സോ ഒരു ഉറക്കം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഉറങ്ങി, പക്ഷെ ഉറക്കം ഉണർന്നിരിക്കുന്ന സമയത്ത് ചുറ്റും നല്ല ഇരുട്ടാണ്, മാത്രമല്ല രാത്രിയാണോ പകലാണോ എന്ന് അറിയുന്നില്ല. ആൻഡ് ദർ വാസ് എ റീസൺ ഫോർ ദിസ് ബിക്കോസ് ഹിസ് വിൻഡോ വാസ് ഫിൽഡ് വിത്ത് സ്നോ. അവൻ്റെ ജനവാതിലൊക്കെ മുഴുവൻ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ട്രൈ ടു ബോർ ദിസ് വിൻഡോ ദ ഹോൾ ത്രൂ ഹിസ് ഹാൻഡ്, വിത്ത് ഹിസ് ഹാൻഡ്. അവൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഈ മഞ്ഞ് ഇങ്ങനെ തുറക്കാൻ, ഒരു ഹോളാക്കാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ മഞ്ഞ് തുളച്ച് അവസാനം അവൻ്റെ കൈ ലെങ്ത് വരെ എത്തി. ബട്ട് സ്റ്റിൽ എപ്പോഴും അവൻ്റെ കൈ പുറത്തേക്ക് എത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതിന് മാത്രം മഞ്ഞ് അവിടെ ആ സമയം കൊണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ട്. ലക്ലി ഹി ഹാഡ് ഈസ് സ്റ്റിക്ക് വിത്ത് ഹിം. നേരത്തെ നായയെ ആട്ടി ഓടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്റ്റിക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആൻഡ് വാസ് ഏബിൾ ടു ബ്രേക്ക് ത്രൂ ടു ഓപ്പൺ എയർ. അതിലൂടെ ആ ഒരു വടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി അതൊരു ഓപ്പൺ എയർ ആക്കി, അല്ലെങ്കിൽ അതൊരു ഹോളാക്കി മാറ്റാൻ അവനെ കൊണ്ട് സാധിച്ചു. ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. വെൻ ഹി വാസ് ലുക്കിംഗ് ത്രൂ ദിസ് വിൻഡോ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. The snow continued to fall, and the wind wailed, first with one voice, then with many. So still it was snowing outside, and the wind was making different sounds, different noises. വ്യത്യസ്ത ശബ്ദങ്ങളിൽ കാറ്റ് വീശുന്നുണ്ട്. Sometimes it had the sound of devilish laughter. He felt sometimes the sound of the wind as if a laughter of a devil. Zlate too awoke, and when Aaron greeted her, she answered, "Ma." His Zlate's language consisted of only one word, but it meant many things. So Zlate was giving replies for the questions asked by Aaron, but she has only one word, "Ma." But that word has different meanings. Everything was there in the word. So Aaron tried to understand what was the thought of Zlate through the sound. Now she was saying, we must accept all that God gives us: heat, cold, hunger, satisfaction, light and darkness. Aaron had awakened hungry. So when he was awakened, he was hungry, and he had eaten up his food, but Zlate had plenty of milk. So he was so happy. He had finished his food, the 2 slices of bread, but still he was happy because Zlate had plenty of milk. ഒരുപാട് പാല് സ്ലേറ്റയുടെ കയ്യിലുള്ളത് കൊണ്ട് ആരോണെ സംബന്ധിച്ച് ഹി വാസ് സോ ഹാപ്പി. സ്ലേറ്റയെ സംബന്ധിച്ച് അവർ കിടക്കുന്നത് തന്നെ മുഴുവൻ ചുറ്റും ഈ വൈക്കോലിലായതുകൊണ്ട് അവളും വളരെ സന്തോഷവതിയാണ്. ആൻഡ് ഫോർ 3 days Aaron and Zlate stayed in the haystack. So they used this haystack for 3 days. Aaron had always loved Zlate, but in these 3 days he loved her more and more. ആരോണിന് ശരിക്കും സ്ലേറ്റയെ ആദ്യമേ ഇഷ്ടമാണ്, പക്ഷേ ഈ 3 ദിവസത്തിനുള്ളിൽ അവളെ വല്ലാത്ത ഇഷ്ടമായി. She fed him with her warm milk. Sometimes she fed him with her warm milk and helped keep him warm. നല്ല പാല് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ചൂടോടുകൂടി നിൽക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്നുണ്ട്. She comforted him with her patience. He told her many stories, and she always cocked her ears and listened. So Aaron was telling her different stories. വ്യത്യസ്ത കഥകൾ പറയുന്നുണ്ട്. And she was
കോക്ട് ഹെർ ഇയേഴ്സ് ആൻഡ് ലിസൺഡ്. അവളിങ്ങനെ കഥ കേൾക്കുന്നുണ്ട്. കഥ തലയൊക്കെ ആട്ടിയിട്ട് അവൾ നന്നായിട്ടിരുന്ന് കഥ കേൾക്കുന്നുണ്ട്. ദെൻ വെൻ ഹി പാറ്റഡ് ഹെർ ഷി ലിക്ഡ് ഹിസ് ഹാൻഡ്. അവളൊന്നിങ്ങനെ തലോടിയപ്പോൾ അവളുടെ കൈകളിങ്ങനെ ലിക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹിസ് ഫേസ്, അവൻ്റെ മുഖവും ലിക്ക് ചെയ്യാൻ തുടങ്ങി. സോ ഷീ ടു വാസ് ഹാപ്പി വിത്ത് ദ കമ്പനി ഓഫ് ആരോൺ. ദെൻ ഷീ സെഡ് മാൻ ആൻഡ് ഹി ന്യൂ ഇറ്റ് മെൻറ്റ് ഐ ലവ് യു ടു. അവൾ പിന്നീട് മാ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇറ്റ് വാസ് ഐ ലവ് യു ടു. So let me stop here and we will continue in the next class.